ഹായ് ഗൈസ്, ഇത് ഞങ്ങളുടെ ഒരു വട്ടമേശ സമ്മേളനമാണ്. എൻ്റെ ഒരു ചെക്കപ്പ് ഡേയുടെ തലേ ദിവസം അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങളെല്ലാം എടുത്ത ഫോട്ടോയാണിത്. ഇത് ഞാൻ എൻ്റെ ഡെലിവറിയുടെ കുറച്ച് ദിവസം മുന്നേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, അതായത് ഞങ്ങൾ വെച്ച പുതിയ വീട്ടിലേക്ക് പോയായിരുന്നു. പുതിയതല്ല, പാല് കാച്ചിട്ടൊരു 4 വർഷം പഴക്കം ആയി, എങ്കിലും എനിക്കതൊന്നും പുതുമയാണ്. പിന്നെ അവിടെ പോയി ഞങ്ങൾ കുറച്ച് ഡ്രസ്സെല്ലാം എടുത്തൊതുക്കാനുണ്ടായിരുന്നു, അവിടെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ചെയ്തു. ഇത് പിറ്റേന്ന് രാവിലെ മോള് സ്കൂളിൽ പോകാനായിട്ട് റെഡിയാവുകയാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനും. അന്നാണ് ലാസ്റ്റ് ചെക്കപ്പ് ഡേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്മിറ്റാണ് ഗൈസ്. അതിൽ നല്ല ടെൻഷനുണ്ട് എനിക്ക്. പിന്നെ അന്ന് മോളെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ റെഡിയായി. മോളെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് ഹസ്ബൻഡ് പോവുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ അകത്തുനിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു, ക്ലീനിങ്ങൊക്കെ ചെയ്തു എല്ലാം റെഡിയാക്കി. കാരണം ഇനി ഞാൻ 3 മാസം, അതായത് ഞങ്ങളുടെ നാട്ടിൽ 90 ദിവസം കഴിഞ്ഞ് ഇനി തിരിച്ച് പോകത്തുള്ളൂ, ചിലപ്പോൾ 60 ദിവസം കഴിഞ്ഞ്. പിന്നെ മോൾ സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി. മോൾ സ്കൂളിൽ പോയി ടാറ്റ പറഞ്ഞിട്ട് പോവുകയാണ് എന്നോട്. എപ്പോഴും പറയും, അമ്മ സൂക്ഷിച്ച് പോണേ എന്നൊക്കെ. അങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതാ പോവുകയാണ് അച്ഛനും മോളും. അതിനിടയ്ക്ക് തന്നെ ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എടുത്തു വയ്ക്കാനുള്ള കുറച്ച് ഡ്രസ്സും മോളുടെ കുറച്ച് ഡ്രസ്സും, ഇനി 3 മാസത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് മോള് സ്കൂളിൽ പോകുന്നത്. അപ്പോഴത്തേക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള കുറച്ച് യൂണിഫോമും ഡ്രസ്സും എല്ലാം എടുത്തു വച്ചു. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ മണി പ്ലാന്റിനൊന്നും വെള്ളം ഒഴിച്ചില്ല. അങ്ങനെ ഞാൻ മണി പ്ലാന്റിനൊക്കെ വെള്ളം ഒഴിച്ചു. പിന്നെ ബാക്കി പുറത്തൊരു മണി പ്ലാന്റ് ഉണ്ടായിരുന്നു, കുഞ്ഞ് മണി പ്ലാന്റ്. അപ്പോൾ അതിനും വെള്ളം ഒഴിക്കാനായിട്ടുള്ള തത്രപ്പാടിലാണ് ഞാൻ പോകുന്നത്. അതിനും വെള്ളം ഒഴിച്ചു. അപ്പോഴത്തേക്കും മഴ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് പ്രഹസനം, എൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഒരു പ്രഹസനം കാണിച്ചു. എന്നിട്ട് ലാസ്റ്റ് ബേബി ബമ്പൊന്ന് നോക്കി. ഇനിയിപ്പം പിറ്റേ ആഴ്ച ഡെലിവറി ഉള്ളതല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ബേബി ബമ്പിനെയൊക്കെ ഒന്ന് നോക്കി ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഡോറൊക്കെ അടച്ചിട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഹസ്ബൻഡ് മോളെ ആക്കിയിട്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ വണ്ടി കയറി പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. പോകുന്ന വഴിക്ക് പാലുമൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഇനി ഞാൻ 3 മാസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തു നിന്നാണ് പാലൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പാലൊക്കെ മേടിച്ചിട്ട് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞങ്ങളെ കാത്തവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഫുഡും കൂടെ എടുത്തിട്ടാണ്, രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും എടുത്തിട്ടാണ് പോകുന്നത്. കാരണം എനിക്ക് ഷുഗർ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഫാസ്റ്റിങ്ങും PPPS ഉണ്ട്. അപ്പോൾ ഫാസ്റ്റിങ്ങിനല്ല, ഫാസ്റ്റിംഗ് എല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വീട്ടിൽ നിന്നാണ് എടുത്തത്. ഹസ്ബൻഡ് അവിടെ നിന്ന് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലെത്തി. ഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമൂട്ടിലാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൻ്റെ എത്തിയപ്പോഴത്തേക്ക് മഴയായിരുന്നു, ഫുൾ മഴ. പിന്നെ അവിടെ ചെക്കപ്പിന് ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്ടറെ കാണിക്കാനായിട്ട്. ഷുഗർ എടുത്തു, ബ്ലഡ് എടുത്തു ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട്. ബ്ലഡൊക്കെ എടുത്തിട്ട് പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി ക്യാൻറ്റീനിലേക്ക്. ഞാൻ കുറച്ച് പടികളൊക്കെ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ലിഫ്റ്റ് കയറിയില്ല. പിന്നെ 2 ഊണ് ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, ഒരു മീൻ കറിയും. എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ കോറിഡോറിലൂടെ കുറച്ച് നടന്ന് വീണ്ടും ഡോക്ടർ റിപ്പോർട്ട് കാണിക്കാനായിട്ട് ചെല്ലണം. ഒത്തിരി നടക്കാനായിട്ടുണ്ടായിരുന്നു, എങ്കിലും നടന്ന് അവിടെ ചെന്നു.
ഡോക്ടറെ കാണിച്ചു. പിന്നെ ഞാൻ ആകെ ടയേർഡായി, വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഹലോ ഗൈസ്, അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വയ്യ, തീരെ വയ്യ, നേരെ സൈഡായി എന്ന് പറയുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് അഡ്മിഷനാണ്. ഷുഗറൊക്കെ നോർമലാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക.